Hello. Welcome to Market Discussion of the Day. Today, December 20th, 2024. ആക്ച്വലി ഇവിടെ യു കെയിൽ ഇന്ന് ഡിസംബർ 20th ആയിട്ടില്ല, ഡിസംബർ 19th തന്നെയാണ്. ഇന്ന് അതായത് ഇന്നത്തെ ഡിസംബർ 19th ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഓക്കെ, സോ ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് ഡിസംബർ 18th 19th ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ന്യൂസുകൾ എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തു, നാളെ എന്തൊക്കെ തീരുമാനം എടുക്കണം, കാരണം നാളെ ഒരു ടെക്നിക്കൽ ഡേ കൂടെയാണ്. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ 7:30 മണിക്കുള്ള ക്യാൻഡിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് ഡിസിഷൻസ് എടുത്ത് പോകാൻ പറ്റുന്നത് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ നാളത്തെ മാർക്കറ്റ് ഡിസ്കഷൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച, ഓക്കെ, ഡിസംബർ 23 മൺഡേ മലയാളം ബാച്ച് രാവിലെ 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ബാച്ചും നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഹിന്ദി ബാച്ചും തമിഴ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആർക്കെങ്കിലും നമ്മളുടെ പുതിയ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്സിന് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ആർക്കെങ്കിലും പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പം ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, പ്രീവിയസും ആക്ച്വലുമായിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, 4.75 തന്നെയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് ഇപ്പം സാധാരണ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അനുസരിച്ച് അതേപോലെ ആയിരിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ചെയ്യാറ്, പക്ഷേ എന്തോ മാറ്റം ഒന്നുമില്ലാതെ തന്നെയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ജി ഡി പി അനൗൺസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജി ഡി പി അനൗൺസ്മെൻറ്റ് ഫോർകാസ്റ്റ് വന്നിട്ട് 2.8 ആയിരുന്നു, പ്രീവിയസും 2.8 ആയിരുന്നു, ആക്ച്വലി വന്നിട്ട് 3.1 ആണ്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ജി ഡി പി അനൗൺസ്മെൻറ്റ് ജി ഡി പി ഗ്രോത്ത് ക്യാൻ ഹാവ് എ പോസിറ്റീവ് എഫക്റ്റ് ഓൺ ഡോളേഴ്സ് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ന്യൂസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതേപോലെ തന്നെ, അതായത് ഡോളർ സ്ട്രെങ്തൻ ആവുകയും ഗോൾഡും യൂറോയും ജി ബി പി ഒക്കെ താഴോട്ട് പോവുകയാണ് ഇന്ന് ജി ഡി പി അനൗൺസ്മെൻറ്റിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ കണ്ടത്, അല്ലേ? സോ ഇന്നലത്തെ ന്യൂസ് എന്താണ്? നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് 4.75 4.50 വരെ കുറച്ചു എന്നുള്ളതാണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നലെയും ഇന്നുമായിട്ടുള്ള മെയിനായിട്ടുള്ള 3 ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ളൊരു ഇപ്പം നമ്മൾ കണ്ട ഇന്നലെ ഇന്നുമായിട്ട് കണ്ട ഒരു മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലോങ്ങർ ടേമിലോട്ട് നിൽക്കാനൊന്നും പോസിബിലിറ്റി ഇല്ല. നാളെ തന്നെ അത് നമുക്ക് ഫുള്ളായിട്ട് ഫണ്ടമെൻ്റൽ നോക്കി കണ്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകത. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ സ്പീച്ചിന് തന്നെ പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യം. ഓക്കെ, 0.25 കുറയ്ക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വട്ടത്തെ സ്പീച്ചിലും പറഞ്ഞിട്ടുണ്ട്, അടുത്ത വട്ടം വീണ്ടും 0.25 കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ചിലപ്പം അടുത്ത വട്ടം ഇനി 0.5 0.75 കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടായാൽ ഉറപ്പായിട്ടും വലിയൊരു മാറ്റം മാർക്കറ്റിനെ അത് ഭയങ്കര രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടെക്നിക്കൽ നമുക്ക് JPYയിലോട്ട് നോക്കുമ്പോൾ JPY ഇപ്പോൾ നിൽക്കുന്നത് 157.34 JPY ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എവിടെ വരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 157.763 വരെ പോയിട്ടുണ്ട്. മാർക്കറ്റ് ഭയങ്കരമായ ഒരു വോളറ്റാലിറ്റി ആയിരുന്നു. മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 154 റേഞ്ചിലായിരുന്നു. അവിടുന്ന് 158 വരെ, ഓൾമോസ്റ്റ് 400 പിപ്പ് വരെ JPY സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും 158 ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. 158 റെസിസ്റ്റൻസ് വന്ന് ഇപ്പം എന്ന് പറയുന്നത് 158 സെല്ലെടുക്കണം എന്നൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. 156 താഴെയായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്സിനോ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം.
അല്ല മുകളിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, 158ന്റെ മുകളിലായിട്ട് രണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഞാൻ ബയർ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. 162, അതായത് JPYയുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 162-അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് മാർക്കറ്റ് ടൈമിങ്ങിന് നമുക്ക് 162ന്റെ താഴെയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, സപ്പോസ് 156ന്റെ താഴെയാണ് നാളെ രാവിലെ 7:30 മണിക്ക് മാർക്കറ്റ് എങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, 156.40ക്ക് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതിയാവും. ഓക്കെ, യൂറോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള കാര്യം. ഓക്കെ, കാരണം ഒരുപാട് അൺസർട്ടനിറ്റി യൂറോയിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇപ്പം തൽക്കാലത്തേക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം യൂറോയിലെ കാര്യം. നേരെ നമ്മൾ GBPയിലോട്ട് വന്നു കഴിഞ്ഞാൽ GBP ഭയങ്കര വലിയൊരു ഫോൾ, ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 1.266 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു സ്റ്റീപ്പ് ഫോള് ഇപ്പം 1.2500 ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് 1.24971 നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക, GBPയുടെ ഓരോ താഴ്ന്ന പോയിന്റും ബൈ പോയിന്റ് ആണ്. 1.2600 ബൈ ചെയ്യാം, 1.2500 നാളെ രാവിലെ 7:30 മണിക്ക് 1.2500 മുകളിലാണ് മാർക്കറ്റെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് GBPയിലുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാ ലോവർ പോയിന്റും GBPയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ആഘോഷിക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ്ങർ ടേമിലോട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 1.2500 എന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് 1.2800 ഒരു നല്ലൊരു മേജർ റെസിസ്റ്റൻസ് ഉള്ളത്. അതിൻ്റെ മുകളിലായിട്ട് രണ്ട് മാർക്കറ്റ് ടൈമിങ്ങിൽ 1.2800 മുകളിൽ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1000 പിപ്സ് to 1500 പിപ്സ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് GBPയിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ GBPയിൽ നല്ലൊരു പോസിബിലിറ്റി നാളെയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക GBP എന്നുള്ളതാണ്. ഓക്കെ, കമ്മിങ് ടു ഗോൾഡിൽ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് 2595 നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരിക്കലും 2580 താഴെയായിട്ട് ഒരു കാരണവശാലും ഒരു മാർക്കറ്റ് ഒരു ക്യാൻഡിൽ പോലും പോയിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള മാർക്കറ്റ് തന്നെയാണിത്. ഓക്കെ, ഒരിക്കലും ഒരു ട്രെൻഡ് ചേഞ്ചോ ഒന്നും ഉണ്ടായിട്ടില്ല, മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ്. സപ്പോസ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 2600 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 2600 മുകളിലുമാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 2692 താഴെയായിട്ട് വെക്കണം എന്നുള്ളതാണ്. സപ്പോസ് മാർക്കറ്റ് നാളെ 2580-നും 85-നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 2570 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഉള്ളൊരു കാര്യം. ഇത് ഞാൻ പറയുന്നത് ഒറ്റയടിക്ക് ബൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. 80 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 0.5 ലോട്ടൊക്കെ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 2600 മുകളിലാണ് നമ്മൾ മാർക്കറ്റ് എങ്കിൽ ഒരു 0.2 ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം 2515 മുകളിൽ പോകുമ്പോൾ വീണ്ടും നമുക്കൊരു 0.2 ഇട്ടിട്ട് 2630 മുകളിൽ കയറുമ്പോൾ നമുക്ക് വീണ്ടും 0.2 ബൈ ചെയ്ത് എന്താ പറയുക മുകളിലോട്ട് നമുക്ക് മാർക്കറ്റ് ആ ഒരു മൂവ്മെന്റ് കിട്ടും. അത് നമുക്കൊരു ലോങ്ങർ ടേമിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ എൻഡോടെ 2680 വരെയെങ്കിലും മാർക്കറ്റ് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 2730 പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ 2680 വരെ എന്തായാലും മാർക്കറ്റ് പോകണം എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അൺടിൽ ആൻഡ് അൺലെസ് വേറെ പൊളിറ്റിക്കലായിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലേ. വാറൊന്നും എവിടെയും ഒരു സമാധാന ചർച്ചയോ ഒന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. നാളെ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നേ പറഞ്ഞു പോയത്. ഓക്കെ, സോ എന്തായാലും അടുത്ത തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന നമ്മുടെ പുതിയ ബാച്ചിൽ കയറാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും എനിക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഈ 4 ലാംഗ്വേജസിലും നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നാളെ ടെക്നിക്കൽ ഡേ ആണ്.
ടെക്നിക്കൽസ് എല്ലാം വർക്കാവുന്ന ദിവസമാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് പ്രോപ്പറായിട്ട് നല്ല അവസരം നോക്കി ട്രേഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് GBP മേടിക്കാം. ഓക്കെ, GBPയിൽ അത്രയും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളതിനകത്ത് വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ ഗൈസ്, അപ്പം മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, അതിനുശേഷം സാറ്റർഡേ സൺഡേ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ സൺഡേ കാണാം. ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് അടുത്ത ആഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.